ഹലോ എവ്രിവൺ, എൻ്റെ പേര് ശ്രീദേവി. ഞാൻ ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പോളിനോമിയൽസ്, ഈ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് ഇപ്പം മിക്കവർക്കും അത് അറിയാം, കാരണം നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാം അറിയാൻ മേലാത്തവർക്ക് അല്ലെങ്കിൽ മറന്നു പോയവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. Algebraic expressions. ഒന്നുമില്ല, നമ്മുടെ ആ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്ന പേര് തന്നെ ഉണ്ട്. ഇതൊരു എക്സ്പ്രഷനാണ്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 2x + 3 കേട്ടോ, ഇതൊരു എക്സ്പ്രഷനാണ്. കാരണം എന്താ, ഇതിലൊരു കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്, എന്താ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്താ, അഡിഷനോ സബ്ട്രാക്ഷനോ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഫങ്ഷൻ ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അപ്പം ഈ ഒരു എക്സ്പ്രഷനിൽ കോൺസ്റ്റന്റും ഓപ്പറേറ്റേഴ്സും വേരിയബിൾസും വന്നുകൊണ്ട് നമ്മൾ അതിനെ എന്താണ്, ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്ന് പറയും. എന്ന് വെച്ച് എന്താണ്, എപ്പോഴും അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്റേഴ്സ് വേണമെന്നുണ്ടോ? ഇല്ല. ഞാൻ വെറുതെ ഒരു 3 എന്ന് എഴുതിയ ഇതൊരു ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. കാരണം എന്താ, കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ കോൺസ്റ്റന്റോ ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു വേരിയബിളോ എന്ത് വേണേലും ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിനെന്തായിരിക്കും, ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയും. 3, പിന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട് 2x. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു കോൺസ്റ്റന്റ് ആണോ ഈ 2? അല്ലെങ്കിൽ ഈ 2x + 3 2 നമ്മൾ 3 കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞു. അപ്പോ ഈ 2 അപ്പൊ കോൺസ്റ്റന്റ് ആവും? ഇല്ല. ഇതിന് നമ്മൾ വേറൊരു പേരാ പറയുന്നത്. എന്താണ്? കോഎഫിഷ്യന്റ്. വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പേഴ്സ്, ഇപ്പൊ വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സ്, അതിനെ നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയും. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ വേറൊരു ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ തന്നെ വരുന്ന വേറൊരു കാര്യം വേണ്ടി ഒരു ഡെഫിനിഷൻ പഠിക്കാൻ പോവാ. ടേംസ്. എന്താണ്? ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ടേംസ്? ഒന്നുമില്ല. ഈ എക്സാമ്പിൾ തന്നെ എടുത്തേ, 2x + 3. ഈ 2x + 3 നോക്കിയേ, 2x ഒരു പാർട്ട്, 3 ഒരു പാർട്ട് അല്ലേ? അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്ലസ് സിമ്പലാ അല്ലേ? അപ്പൊ എന്താണ്, ഇവിടെ നമുക്ക് 2 പാർട്ട് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? 2x എന്ന് പറയുന്ന ഒരു പാർട്ടും, സോറി കട്ട് ചെയ്യണേ, സ്റ്റാർട്ട് ചെയ്തു. 2x എന്ന് പറയുന്ന പാർട്ടും 3 എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ 2x ഉം 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻസിന്റെ ടേംസ് എന്ന് പറയും. 2x ഒരു ടേം, 3 ഒരു ടേം. അപ്പൊ ഈ 2x + 3 എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 ടേംസ് ഉണ്ടെന്ന് പറയും. ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഏത് വേണം? 3x² + 4x + 2. ഇതൊരു ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് പറയും? 3 ടേംസ് ഉണ്ടെന്ന് പറയും. എന്താ? 3x² എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, 4x എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, 2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പൊ എന്താണ്, ഇതില് 3 ടേംസ് ഉണ്ടെന്ന് പറയും. ഇത്രയേ ഉള്ളൂ ആൾജിബ്രായിക് എക്സ്പ്രഷൻസിനെ കുറിച്ച് നമ്മളൊന്ന് ഇപ്പം അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനു മുന്നേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. പോളിനോമിയൽസ്. പോളിനോമിയൽസ് എന്താണ്? ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. എന്തായിരിക്കും വ്യത്യാസം? ഈ പോളിനോമിയൽസിലും വേരിയബിൾസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ പവേഴ്സ് ഒക്കെ ഇല്ലേ, എക്സ്പെണൻസ്, 2x² + 4x + 3 ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. ഈ എക്സിന്റെ പവേഴ്സ് ഇത് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പവേഴ്സ് ആ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ വരുന്ന പവേഴ്സ് നോക്കുക, ഓരോ വേരിയബിൾസിലും എല്ലാം വരുന്ന അത് എപ്പോഴും എന്തായിരിക്കണം? ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4. ഒരിക്കലും ഒരു ഫ്രാക്ഷനോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എക്സ് ഡിനോമിനേറ്ററിൽ എക്സ് വേരിയബിളിന്റെ പവേഴ്സ് ഒക്കെ, ഈ പവേഴ്സ് ഒന്നും ഡിനോമിനേറ്റേഴ്സിലോ എന്ന് വെച്ചാൽ 1/x² ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അതെന്തായിരിക്കും? ഒരു പോളിനോമിയൽ അല്ല. കാരണം എന്താ? ഈ 1/x² എന്ന് പറഞ്ഞാൽ x⁻². ഇതൊരു ഹോൾ നമ്പർ ആണോ? അല്ല, ഒരു ഇൻറ്റിജർ -2. അപ്പോ എന്താണ് കണ്ടീഷൻ? എന്താണ്? പവേഴ്സ് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. 0, 1, 2, 3. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 2x + 3√x. ഇതൊരു പോളിനോമിയൽ ആണോ? അല്ല. കാരണം എന്താ? √x എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? √x = x⁻². x⁻² എന്നാണ് √x-നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതെന്താ? ഒരു ഫ്രാക്ഷനാണ് പവർ വന്നിരിക്കണം അല്ലേ? നമ്മുടെ കണ്ടീഷൻ എന്താ? ഒരു പോളിനോമിയൽ ആവണം എന്നുള്ള കണ്ടീഷൻ എന്താണ്? പവേഴ്സോ അല്ലെങ്കിൽ എക്സ്പെണൻസ് എന്തായിരിക്കണം? ഹോൾ നമ്പർ ആയിരിക്കണം. ഇപ്പൊ പോളിനോമിയൽസ് എന്താന്ന് കണ്ടില്ലേ? അതിനു മുന്നേ നമ്മളിപ്പോ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം അതിന്റെ അർത്ഥവും കൂടെ നമ്മൾ പഠിക്കണം അല്ലേ? അതിന്റെ മീനിങ്, ആ വേർഡ് മീനിങ്ങും കൂടെ പഠിക്കണം. അപ്പൊ പോളിനോമിയൽസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്തായിരിക്കും? അത് പറയണമെങ്കിൽ ഞാൻ എന്താണ് ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. പോളി എന്നും പിന്നെന്താണ് നോമിയൽസ് എന്നും. ഇത് രണ്ടും ഗ്രീക്ക് വേർഡ്സ് ആക്ച്വലി. അതിൽ നിന്നാണ് ഈ പോളിനോമിയൽസ് എന്ന് പറയുന്ന വാക്ക് വന്നത്. ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, പോളി എന്ന് പറഞ്ഞ മെനി, നോമിയൽസ് എന്ന് പറഞ്ഞ ടേംസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ പറഞ്ഞപ്പോൾ ഞാൻ ടേംസിനെ കുറിച്ച് പറഞ്ഞു. എന്താ? മെനി ടേംസ്. എന്താണ് ഒരു പോളിനോമിയൽസിന്റെ വേർഡിന്റെ അർത്ഥം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മെനി ടേംസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്ന അതിന്റെ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമുക്ക് നോക്കാം. x² + 4x + 3. ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഈ പോളിനോമിയലിന്റെ ഡിഗ്രി ഞാൻ പറയുക ഡിഗ്രി 2. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലേ? നോക്കിക്കേ, വേരിയബിൾ നോക്കിക്കേ, ഇവിടെ യൂസ് ചെയ്ത എക്സ് വേരിയബിളിലല്ലേ ഈ പോളിനോമിയൽ എഴുതിയിരിക്കണം. ഈ എക്സിന്റെ പവേഴ്സ് നോക്കുക, അതിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കുക. ഇവിടെ എന്താ? x⁻1 എന്നുണ്ട് അല്ലേ? ഇവിടെ x⁻2. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാ? 2. അതുകൊണ്ട് എന്താ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 2. ഇനി 4x⁻4 + 3x² + 2.
ഈ ഒരു പോളിനോമിയലിൻ്റെയോ ഡിഗ്രി എന്തായിരിക്കും? 4. കാരണം x² x⁴ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ പവർ എടുക്കണം അല്ലേ? അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 4. ഇപ്പൊ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ഈ പോളിനോമിയൽസ് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിലും ഒന്ന് ഡിഗ്രിയുടെ ബേസിസിലും. അത് നമുക്ക് നോക്കാം. Polynomials are divided in two bases. എങ്ങനെയാ? Based on number of terms. അടുത്ത എങ്ങനെയാ? Degree of the polynomial. അപ്പം നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിലും ഡിഗ്രിയുടെ ബേസിസിലാണ് നമ്മൾ പോളിനോമിയൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിൽ എങ്ങനെയായിരിക്കും? അത് 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തത് മോണോമിയൽ, രണ്ടാമത്തെ ടൈപ്പ് ബൈനോമിയൽ, മൂന്നാമത്തെ ടൈപ്പ് ട്രൈനോമിയൽ. ഇനി ഡിഗ്രിയുടെ ബേസിസിൽ എങ്ങനെയാണ്? ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്. അപ്പം ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. നമുക്ക് ഓരോന്നും എങ്ങനെയാന്ന് നോക്കാം. ഇപ്പം നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ടേംസ് ഇപ്പം എങ്ങനെയാ? ടേംസിന് എത്രത്തോളം ഉണ്ടോ ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൽ ഒരു ടേമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? മോണോമിയൽ. ആ പോളിനോമിയലിനെ മോണോമിയൽ എന്ന് പറയും. എക്സാമ്പിൾ 2x. ഇതൊരു പോളിനോമിയൽ, 2x ഒരു പോളിനോമിയൽ അല്ലേ? ഇനി 4xy², അതും ഒരു പോളിനോമിയലാണ്. ഒരു മോണോമിയൽ പോളിനോമിയൽ. ഇനി അടുത്തയിലോട്ട് വരാം, ബൈനോമിയൽ. അപ്പം എത്രയായിരിക്കും? മോണോമിയലിൽ ഒരു ടേമേ ഉള്ളെങ്കിൽ ബൈനോമിയലിൽ എത്രയായിരിക്കും? 2 ടേംസ് ഉണ്ടാവും. എങ്ങനെയാ? 2x+3 അല്ലേ? 2x ഒരു ടേം, 3 ഒരു ടേം. മൊത്തം ആ പോളിനോമിയൽ എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട്. ഇനി 4x³ + 3x, ഇതും എന്തായിരിക്കും? 4x² + 3x. അതും ഒരു ബൈനോമിയൽ പോളിനോമിയലാണ്. ഇനി ട്രൈനോമിയൽ, ഈസി അല്ലേ? എത്ര ഉണ്ടാവും? 3 ടേംസ് ഉണ്ടാവും. 4x³ + 2x² + 3 അല്ലേ? 3 ടേംസ് ഉണ്ട് ഈ പോളിനോമിയൽ. അതുകൊണ്ട് ഇതിനെ ട്രൈനോമിയൽ എന്ന് പറയും. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ദ പോളിനോമിയലിന്റെ ബേസിസിൽ തിരിച്ചിരിക്കുന്ന ടൈപ്പുകൾ നോക്കാം. ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ? ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞ അതിന്റെ ബേസിസിൽ മോണോമിയൽ ഒരു ടേം, ബൈനോമിയൽ 2 ടേം, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഡിഗ്രിയുടെ ബേസിസിൽ എന്തായിരിക്കും? ലീനിയർ എന്ന് പറയുമ്പോൾ ഡിഗ്രി 1 ആയിരിക്കും. എന്താണ്? ഡിഗ്രി
1 ആയിരിക്കണം. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആയിരിക്കണം. എങ്ങനെയാ? 2x അല്ലെങ്കിൽ 3x+4 അങ്ങനത്തെ പോളിനോമിയൽസ്, അതിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി എന്തായിരിക്കും? 2. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഡിഗ്രി 2 ആയിട്ട്. അപ്പം അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയും. ഇനി ക്യൂബിക് എന്താ? സിമ്പിൾ. ഡിഗ്രി, ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആകുമ്പോൾ അതിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മൾ പോളിനോമിയൽസിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. അതിനു മുന്നേ നമുക്ക് സാധാ മൾട്ടിപ്ലിക്കേഷൻ, അതെല്ലാവർക്കും അറിയാലോ, അതൊന്ന് നോക്കാം. രണ്ട് നമ്പേഴ്സ്, 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുക്കാം. ഞാൻ 22ഉം 11ഉം. നമ്മൾ 22 × 11 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാറ്? നോർമൽ മെത്തേഡ് ആണെങ്കിൽ 11 2 1 2 അല്ലേ? അപ്പം എത്രയാണ്? 242 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. വേറെ മെത്തേഡ്സ് ഉണ്ട്, വേദിക് മാത്സിൽ ഇവിടെ ചെയ്യാം. പിന്നെ ഒരു മെത്തേഡ് എങ്ങനെയാ? നമ്മൾ ഈ 22നെ ഞാൻ 20+2 എന്ന് എഴുതും. 11നെ ഞാൻ 10+1 എന്നും എഴുതും. എന്നിട്ട് എനിക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാലോ, അല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ 22നെ 20+2 എന്നും എഴുതി, 11നെ ഞാൻ 10+1 എന്നും എഴുതി. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിക്കൊരു വ്യത്യാസം വരും, അല്ലാണ്ട് തെറ്റില്ലല്ലോ. നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. നോക്കാം, 242 തന്നെ കിട്ടും. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടില്ലേ, 8ലൊക്കെ. ആദ്യം എന്ത് ചെയ്യണം? ഈ 20നെ നമ്മൾ 10 കൊണ്ടും 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാ? ആദ്യം 20 × 10 ചെയ്യാം. 20 × 10, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പിന്നെ 20 × 1 അല്ലേ? അപ്പം ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ? ഇവിടെ ഒരു പ്ലസ് കിടക്കും. അവിടെ ഞാനൊരു പ്ലസ് ഇട്ട്. ഇനി എന്താണ്? 2 × 10 അല്ലേ? 2 × 10 പ്ലസ് 2 × 1. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള തന്നെയാ. ഇപ്പൊ 20 × 10 200 plus 20 plus 20 plus 2. 220 220 plus 20 240 240 plus 2 242 കിട്ടും അല്ലേ? ആഡ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും 242 കിട്ടും. ഇതാണ് നമ്മൾ സാധാരണ നമ്പേഴ്സിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാ ഈ ഒരു സെയിം രീതി തന്നെ നമ്മൾ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? എന്താണ് അത്? ഏത് പോളിനോമിയൽ? 2 ലീനിയർ പോളിനോമിയൽസ്, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എഴുതാൻ പോവാം. x+2 ആൻഡ് x+8. എനിക്കിത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ 22 × 11 ഞാൻ ചെയ്തില്ലേ, കുറേ സ്റ്റെപ്സ് ആയിട്ട്.
നമുക്ക് അതുപോലെ ചെയ്യാം. അതെന്താ? x into x, x into x plus x into 8, x into 8 plus അല്ലേ x into x plus x into 8 plus 2 into x plus അടുത്ത എന്താണ്? 2 into 8. നോക്കിക്കേ, x into x, x square, x into 8, 8x plus 2 into x, 2x plus 2 into 8, 16. X square plus 8x plus 2x plus 16. X square plus the like terms അല്ലേ? Like terms എന്ന് പറയുമ്പോൾ എന്താ? 8x, xന്റെ പവേഴ്സ് നോക്കൂ, സെയിം അല്ലേ? 1 ഇതും x raised to 1, ഇതും x raised to 1. അപ്പം അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുമ്പോൾ 8x plus 2x, 10x plus 16. അപ്പോൾ x plus 2 into x plus 8 എന്ന് പറഞ്ഞാൽ എന്താണ്? x square plus 10x plus 16. നമുക്ക് വേറൊരു പോളിനോമിയൽ കിട്ടി. അതും ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. നോക്കിക്കേ അല്ലേ? x plus 2 ഒരു ഫസ്റ്റ് ഡിഗ്രി, x plus 8 ഒരു ഫസ്റ്റ് ഡിഗ്രി, നമുക്കപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി എന്താണ്? 2. ഒരു കാര്യം കൂടെ, ഇത് കണ്ടോ? x square plus 8x plus 2x plus 16. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാം. x square plus, ഇവിടെ x കോമൺ അല്ലേ 8xലും 2xലും, ഞാൻ ഈ എക്സിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഞാനിവിടെ 8 plus 2 എന്ന് എഴുതി ഇൻറ്റു x plus 16. ശരിക്കും ഇതെങ്ങനെയാ? ഇത് ഇത്രയും ഞാനിവിടെ കുറേ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ x plus 2 x plus 8 അല്ലേ? ഇതിൻ്റെ അടുത്ത് 2ഉം 8ഉം ആഡ് ചെയ്ത് അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ 8 plus 2 എന്ന് എഴുതി. ഇവിടെ എന്താ ശരിക്കും? ആക്ച്വലി ഇവിടെ 8 into 2 അല്ലേ? 8 into 2 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതാൻ പറ്റും അതിൻ്റെ ആൻസർ ആയിട്ട്. എങ്ങനെയാ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഇപ്പോൾ ഒരു x plus a ജനറൽ ആയിട്ട് ഞാൻ എഴുതിക്കാണ്. ഇപ്പോൾ x plus a into x plus b. എയിലും ബിയിലും ഏത് കോൺസ്റ്റൻസ് വേണേലും വരാം. അങ്ങനെ വരുവാണെങ്കിൽ എങ്ങനെയാ എഴുതുക? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? സം ഓഫ് എ ആൻഡ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ എന്താ? പ്രോഡക്റ്റ് ഓഫ് A and B. X plus A into X plus B is equal to X square plus sum of A and B into X plus product of A and B. അപ്പോൾ എന്താ? അപ്പം നമ്മൾ മറ്റേ സ്റ്റെപ്പ് അത്രയും ചെയ്യണമെന്നുണ്ടോ? അത്രയും ടൈം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇതുപോലെ തന്നെ ഇപ്പം രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്, ഇതിപ്പോൾ ഞാൻ രണ്ടും പ്ലസ്സാണ് തന്നിരിക്കുന്നത്. ഇനി ഒരെണ്ണം മൈനസ് ആയെന്ന് വെച്ചോ, എക്സ് പ്ലസ് എ. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു മൈനസ് ആക്കി.
അപ്പോൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മൈനസ് ആണെങ്കിൽ എന്താ, ഇതുപോലെ തന്നെ ഫോർമുല ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി, എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ബി. അടുത്തത് ഇനി ഇവിടെ ഒരെണ്ണം മൈനസ് കണ്ടു. ഇനി നമ്മൾ രണ്ടും മൈനസ് ആയ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എങ്ങനെയാ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ബി. ഇതാണ് 3 ഐഡന്റിറ്റീസ്. ഈ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് തന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ തന്നാൽ നേരെ നമുക്ക് എന്താ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. വെറുതെ ആ സ്റ്റെപ്സ് എക്സ് ഇൻറ്റു 8 അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യണ്ട. ഇത് പഠിച്ചു വെച്ചിട്ട് നമുക്ക് അത് നേരെ അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി എക്സ് മൈനസ് എ ബി. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി. ഇതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ 2-3 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. First question, x plus 2 into x plus 5. ഇത് ഏത് ഫോർമുല? x plus a into x plus b ഫോർമുല. അതെങ്ങനെ എഴുതുക? x സ്ക്വയർ പ്ലസ് a plus b into x plus ab അല്ലേ? നേരെ ഇത് അപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? x സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. ഇവിടുത്തെ എ ഏതാ? ഇവിടുത്തെ എ 2ഉം ബി 5ഉം അല്ലേ? അപ്പോ 2 plus 5 into x plus a into b. a into b എങ്ങനെയാ? 2 into 5. x square plus 5 plus 2 7x plus 5 into 2 10. അപ്പോൾ x plus 2 into x plus 5 എന്താ? x square plus 7x plus 10. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x plus 2 into x minus 5. ഇത് ഏത് ഫോർമുല? ഇത് x plus a into x minus b ഫോം. അതെങ്ങനെ എഴുതുക? x square plus a minus b into x minus ab. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? x square plus a minus b. ഇവിടെ a എന്താണ്? 2 b 5. അപ്പോൾ 2 minus 5 into x minus 2 into 5. x square plus 2 minus 5 minus 3 into x minus 5 into 2 10. എങ്ങനെ വരും? x square plus into minus minus 3x minus 10. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ 2 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്താ, ഏത് ഫോർമുല? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി അല്ലേ? ഒരെണ്ണം എക്സ് പ്ലസ് എ ഫോർമുല ഉണ്ട്, ഒരെണ്ണം എക്സ് മൈനസ് ബി ഫോർമുല ഉണ്ട്. അതും സെയിം, എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് ബി മൈനസ് എ ബി. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 മൈനസ് 3x മൈനസ് എ ബി 5 ഇൻറ്റു 2 എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10. അപ്പം എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്താ? എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 അത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പൊ എങ്ങനെ വരും? എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി 2 പ്ലസ് 5 7x പ്ലസ് 5 2s are 10. സോ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പോളിനോമിയൽ ഫാക്ടറൈസേഷൻ. പോളിനോമിയൽ ഫാക്ടറൈസേഷനിൽ പോകുന്നതിന് മുന്നേ എല്ലാവരും ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയാലോ? ഫാക്ടേഴ്സ് എന്താ? ഇപ്പൊ ഞാനൊരു 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതിയെന്ന് വെച്ചു. അപ്പം ഇതിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറയും? ഇപ്പൊ 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2 5. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് 10 എന്ന് പറയുന്നത്? 2 and 5. അതുപോലെ 10ന് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. 10 ഇൻറ്റു 1 1ഉം 10ഉം എന്താണ് അതിൻ്റെ തന്നെ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഇപ്പൊ 3 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 6. ഇതാണെങ്കിൽ ഫാക്ടേഴ്സ് 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3ഉം 2ഉം അല്ലെ? 6ന് എന്താണ് 3 വെച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ എന്തായിരിക്കും? 2ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10. ഇനി 3ന്റെയോ? 3ന്റെ മൾട്ടിപ്പിൾ 6, 2ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 6. അതുപോലെ വേറെ ഉണ്ട്. ഇപ്പം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെ? 2 1s are 2, 2 2s are 4. അപ്പൊ എന്താണ് ആ 2 4 6 8 10 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടത്തില്ലേ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ? അതൊക്കെ എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾസ്. അതുപോലെ 3 4 5 6 അല്ലേ? അപ്പൊ ഫാക്ടേഴ്സ് ഒക്കെ എന്താണെന്ന് അറിയാലോ? അതുപോലെ തന്നെ നമ്മൾ പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിക്കാം. അതിന് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, അതിലേക്ക് പോകാം. എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 ഈ പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ എക്സിന്റെ കോഫിഷ്യന്റ് വരുന്നത് സമ്മും ഇവിടെ വരുന്നത് പ്രോഡക്റ്റും ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ അപ്പൊ എന്താണ് ഈ ഭാഗം എന്ന് പറയുന്നത് എ ബി, ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി പാർട്ടും അല്ലേ? അപ്പൊ ഇവിടെ എൻ്റെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 5ഉം എ ബി എന്ന് പറയുന്നത് 6ഉം. എ ബി 6ഉം. ഇനി അപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യണം, നമ്മൾ തന്നെ ചൂസ് ചെയ്യണം എയും ബിയും ആയിട്ട്. എന്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 5ഉം കിട്ടണം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 6 അല്ല, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5x
-6 അല്ല. അപ്പൊ ഇവിടെ AB നമുക്ക് -6 കിട്ടും. അപ്പൊ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് -6 എന്നും കിട്ടണം. നമുക്ക് ആദ്യം ഈ ഒരു കണ്ടീഷനിലേക്ക് പോകാം. അപ്പൊ 6 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് എങ്ങനെ, ഏതൊക്കെ -6 മൾട്ടിപ്ലൈ. അപ്പൊ നമുക്കറിയാം 1 × 6 = 6 എന്നറിയാം അല്ലേ. ഇപ്പൊ നമുക്ക് പോസിറ്റീവ് ഇൻഡിജർ കിട്ടി. നമുക്ക് ഇവിടെ എന്താ -6 അല്ലേ. അപ്പൊ നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ഇട്ടെടുത്താൽ പോരെ. അപ്പൊ ഞാൻ 6ന് ഞാൻ നെഗറ്റീവ് ഇട്ടു. അപ്പൊ 1 × -6 എന്ത് കിട്ടും, -6 കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ. അപ്പൊ എനിക്ക് A ഇവിടെ എന്ത് വരും, 1ഉം B ഇവിടെ -6ഉം. ഇനി A + B എടുക്കാന്ന് വെച്ചോ. അപ്പൊ 1 + -6 എന്ന് വെച്ചാൽ 1 + × അപ്പൊ 1 - 6 എന്ന് പറയുന്നത് എത്ര കിട്ടണേ, -5. കറക്റ്റ്. നമുക്ക് പക്ഷെ ഇവിടെ -5 ആണോ A + B കിട്ടേണ്ടത്, 5 കിട്ടേണ്ടത്. നമുക്ക് നേരെ തിരിച്ചിട്ട് നോക്കാം. -1 × 6 എത്ര കിട്ടണേ, -6 തന്നെ അല്ലേ. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. -1 + 6 എത്ര, -1 + 6 എന്ന് പറയുന്നത് തന്നെയാണ് 6 - 1 തന്നെയാണ് അല്ലേ. 6 - 1 അതെന്ത് തന്നെയാ, അത് 5 കിട്ടിയില്ലേ നമുക്ക് A + B. അപ്പൊ -1 × 6 ചെയ്തപ്പോ -6ഉം കിട്ടി, -1 + 6 ചെയ്തപ്പോ 5ഉം കിട്ടി അല്ലെ. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, പ്രോഡക്റ്റും സമ്മും ആ രണ്ട് കണ്ടീഷൻസും നമ്മൾക്ക് എന്താ സാറ്റിസ്ഫൈ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, A എന്ന് പറയുന്നത് 5 എന്നും B എന്ന് പറയുന്നത് 6 എന്നും, സോറി A എന്ന് പറയുന്നത് 5ഉം 6ഉം അല്ല, A എന്ന് പറയുന്നത് -1ഉം B എന്ന് പറയുന്നത് 6ഉം അല്ലേ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈയും സമം ചെയ്താലല്ലേ നമുക്ക് ഈ പറഞ്ഞ 5ഉം -6ഉം കിട്ടും. അപ്പൊ ഇതെടുക്കുക. അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ A -1 അല്ലേ. അപ്പം x² + 5x - 6ന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, x - 1. B എത്ര കിട്ടിയിരിക്കുന്നത്, 6. അപ്പൊ അടുത്ത ഫാക്ടർ എന്താണ്, x + 6 അല്ലേ. x - A × x + B ആ ഒരു ഫോം കിട്ടി. അപ്പൊ x² + 5x - 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ, x - 1 × x + 6. അപ്പൊ ഫാക്ടറൈസേഷൻ ക്ലിയർ അല്ലേ. ഇത് ഒരു മെത്തേഡാ. നമുക്കിനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ മെത്തേഡിൽ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. കണ്ടോ, ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. എന്ന് വെച്ചാൽ എന്താ, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതാണ്. x² + x - 6. ഇവിടെ എൻ്റെ A + B എന്താ, A + B എന്ന് പറയുന്നത് 1ഉം AB എന്ന് പറയുന്നത് -6ഉം. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. ഒന്ന് 1 × 6, 1 × -6 6 അല്ലേ. പക്ഷെ ഇത് ആഡ് ചെയ്യുമ്പോഴോ 1 + -6 നമ്മൾ നേരത്തെ ചെയ്തതല്ലേ. അപ്പൊ എത്ര, -5 കിട്ടും നേരത്തെ. അതുപോലെ തന്നെ -1 × 6 എത്രയാ, -6 തന്നെ. പക്ഷെ ഇതെന്താ, ആഡ് ചെയ്യുമ്പോ ഇവിടെ 5. ഇനി വേറെ ഏതൊക്കെയാ 6 മൾട്ടിപ്പിൾ ആയിട്ട് വരിക, വേറെ എങ്ങനെയാ, 2 × 3 അല്ലെങ്കിൽ 3 × 2 അല്ലേ. 2 × 3 എന്ന് പറയുന്നത് എന്താ, 6 ആ. അപ്പൊ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. നമുക്ക് ഇവിടെ -6 ആയിട്ട് കിട്ടും. 2 × -3 = -6. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 + -3. 2 + -3 എന്താ, -1. നമുക്കിവിടെ -1 ആണോ, അല്ല, +1 കിട്ടണം. അപ്പൊ ഈ കണ്ടീഷൻ നമുക്ക്
മാറ്റാം. ഇനി -2 × 3 = എന്ത് തന്നെയാണ്? -6 തന്നെ. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. -2 + 3. -2 + 3 എന്ത് തന്നെയാണ്? 3 - 2. 3 - 2 എന്താ? 1. നോക്കിക്കേ, -2 × 3 -6 എന്നും കിട്ടി, -2 + 3 1 എന്നും കിട്ടി. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? എന്താ, സം എടുത്തപ്പോൾ 1 കിട്ടി, പ്രോഡക്റ്റ് എടുത്തപ്പോൾ -6 കിട്ടി. അപ്പൊ നമ്മുടെ എയും ബിയും നമുക്ക് കിട്ടി അല്ലേ? എ എന്താ? 1 ബി -6. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? എക്സ്, ഇവിടെ എ 1 ആ, അപ്പൊ x + 1 ഒരു ഫാക്ടർ, x - 6 അടുത്ത ഫാക്ടർ. അപ്പൊ ഇതിപ്പോ നോക്കിക്കേ, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലേ? നമ്മൾ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്ന് എഴുതാനാ, റെപ്രസെന്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, x² - x - 6. ഇതെങ്ങനെയാ? a + b എനിക്ക് -1 കിട്ടണം, ab എനിക്ക് -6 കിട്ടണം. സെയിം ഇത് തന്നെയാ. നമുക്ക് നോക്കാം. ഈ കണ്ടീഷനിൽ ഇവിടെ നമ്മൾ കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ -6 കിട്ടുന്ന കണ്ടീഷൻസ്. നമുക്ക് ആകെ വ്യത്യാസമുള്ള a + bയിൽ -1 ആയതാ അല്ലേ? -1 വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ 3 2 × -3 അല്ലെങ്കിൽ 2 × -3 അല്ലേ? ഇവിടെ നോക്കിക്കേ, 2 + -3 എന്താണ്? നമുക്ക് -1 എന്ന് കിട്ടി അല്ലേ? അപ്പം 2 + -3 എന്ന് പറയുന്നത് നമുക്ക് -1 എന്നും കിട്ടി. 2 × -3 എന്ന് പറയുന്നത് -6 എന്നും കിട്ടി. അപ്പൊ നമ്മുടെ എയും ബിയും എന്തൊക്കെയാ? a = -1, b = -6. ഇനി നമുക്ക് ഫാക്ടേഴ്സ് എഴുതാലോ. ഫാക്ടേഴ്സ് എങ്ങനെയാ? a -1 ആവുമ്പോ ഇത് x - 1 എന്ന് വരും. b -6 ആ, x എഴുതുക, ഈ -6 എഴുതുക. അപ്പോ x² - x - 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? x - 1ഉം x - 6ഉം. മാത്രമല്ല നമ്മൾ അതിനെ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്നും റെപ്രസെന്റ് ചെയ്ത് അല്ലേ? ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. രണ്ട് ക്വസ്റ്റ്യനും കൂടെ. x² + 7x + 6. ഇതിന്റെ a + b ഏതാ? 7ഉം ab എന്ന് പറയുന്നത് 6ഉം. നേരത്തെ തന്നെ 1 × 6 നമുക്ക് 6 എന്ന് എടുക്കാം അല്ലേ? ഇതൊന്ന് ആഡ് ചെയ്തേ. 1 + 6 എന്താ? 7. ഡയറക്റ്റ് കിട്ടി നമുക്ക്. അപ്പൊ എന്താ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? x + 7. 7ന്റെ കൂടെ നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ x + 7 × x + 6. അപ്പൊ x² + 7x + 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ? x + 7ഉം x + 6ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x² - 7x + 6. ഇതില് a + b എന്ന് പറയുമ്പോൾ നമുക്ക് -7 കിട്ടണം. -7. ab എന്ന് പറയുന്നത് എന്ത് കിട്ടണം? 6 കിട്ടണം. a + b. ab ഇവിടെ നമ്മൾ 1 × 6 = 6 ആണ്. പക്ഷേ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 7 കിട്ടണം. നമുക്ക് എന്ത് കിട്ടണം? -7 കിട്ടണം. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആക്കിയാലും നേരെ ചെറുതിലേക്ക് പോകുള്ളൂ. നമുക്ക് -5 ഒക്കെ കിട്ടുള്ളൂ അല്ലേ?
-5 അല്ലെങ്കിൽ 5 കിട്ടുള്ളൂ. ഇപ്പം -1 into 6 എടുക്കുമ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 5 കിട്ടും. ഇനി 1 into -6 അതിൻ്റെ അകത്ത് അപ്പം 1 + -6 എടുക്കുമ്പോൾ എന്താണ് -5 ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കത് വിഡ്രോ ചെയ്യാം. നമുക്ക് അടുത്ത് -1 into -6 എടുക്കാം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ -1 into -6 എടുക്കും. നോക്കിക്കേ, -1 into -6, -1 + -6 ഇതെങ്ങനെയാ? -1 + -6 എന്ന് പറയുന്നത് -1 - 6 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അപ്പം -1 -6 എത്രയാ? -7. ഇൻറ്റിജർ അഡീഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് ആ നമ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ -7. അപ്പൊ നമ്മുടെ എ എന്താണ്? -7ഉം ബി എന്ന് പറയുന്നത് 6ഉം. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഫാക്ടേഴ്സ് വരുമ്പോ x -7, നമുക്കിവിടെ എ എത്ര? -7 ആയിട്ട്, അതുകൊണ്ട് x -7, ബി എന്ന് പറയുന്നത് 6, x + 6. ഓക്കെ, ഇപ്പൊ ഇത്രയും ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ക്ലിയർ ആണെന്ന് കരുതുന്നു.